ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റീസൺ റിക്വസ്റ്റ് ആണ്, ഫീലിങ്സ് ഓഫ് യുവർ ക്രഷ്. ഓക്കെ, സോ പ്രേക്ഷകരുടെ ക്രഷിൻ്റെ ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാണ് നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്ന മെസ്സേജസ് മാത്രം എടുക്കുക, ബാക്കി മെസ്സേജസ് മറ്റ് പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കുക. ഓക്കെ, ആൻഡ് ബ്രേസ്ലെറ്റ്സ്, അതുപോലെ തന്നെ കരുങ്കലിമാല, മണി കപ്പ്, എഡ്യൂക്കേഷണൽ കപ്പ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ കപ്പ് ഏറെ പ്രേക്ഷകർ വിചാരിക്കും ഇപ്പോൾ എന്തിനാണ്. എഡ്യൂക്കേഷണൽ കപ്പ് എന്താണ് ചെയ്യുന്നത്? കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് അവരുടെ ഫോക്കസ് ആയിക്കോട്ടെ, പഠിത്തത്തിലുള്ള മടിപ്പ് മാറ്റി തരുന്നതായിക്കോട്ടെ, അവരുടെ ഓർമ്മ കൂട്ടുന്നതായിക്കോട്ടെ, ഇതൊക്കെ സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, സോ അടുത്ത മെയിൻ എക്സാം, ഓക്കെ, ഫൈനൽ എക്സാംസ് വരുമ്പോഴത്തേക്കിന് ഇപ്പോൾ ലീവാണ്, വെക്കേഷനാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ കുട്ടികൾക്ക് ആ കപ്പ് വാങ്ങിച്ച് ആ കപ്പിൻ്റെ ഉപയോഗം പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളിൽ ഏറെ മാറ്റം നിങ്ങൾക്ക് വിത്തിൻ 3 to 4 months കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് മണി കപ്പ് അതുപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ എവിടെ ഫൈനാൻസസ് വലിയൊരു ചോദ്യം തന്നെയാണ് പല പ്രേക്ഷകർക്കും, പല എന്ന് വെച്ചാൽ ഒരു 90-95% ആൾക്കാർക്കും, റൈറ്റ്? സോ നിങ്ങളുടെ മണി സോഴ്സസ് അറ്റ്ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കാൻ, ഓക്കെ, നിങ്ങളുടെ വരവായിക്കോട്ടെ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് നിൽക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ബാലൻസ്, വാട്ട് എവർ ബാലൻസ് യു ഹാവ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഈ കപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, സോ വേണ്ട പ്രേക്ഷകർക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്. സെയിൽസ് ടീമിന് മെസ്സേജ് അയയ്ക്കുക, മെസ്സേജ് അയച്ചു കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സെയിൽസ് ടീം ഫ്രീ ആകുന്ന സമയത്ത് റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും നൽകിയിട്ടുണ്ട്. ഹീലിങ്സ് വേണ്ട പ്രേക്ഷകർക്ക് ആസ് വെൽ ആസ് റീഡിങ്സ്. ആൻഡ് റീഡിങ്സ് ഞാൻ 1/2 hour ആൻഡ് 1 hour റീഡിങ്സ് ആണ് ചെയ്യാറുള്ളത്. സോ പ്രേക്ഷകർക്ക് റീഡിങ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ട്, എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ റീഡിങ്. ലെറ്റ് സീ എന്താണ് ക്രഷിൻ്റെ ഫീലിങ്സ്. 4 of Wands. Okay, 10 of Pentacles, 9 of Swords, Hangman, 6 of Wands. Please clarify 9 of Swords, 9 of Wands and the Judgment. Okay, all right. So നിങ്ങളുടെ ക്രഷ് നിങ്ങളെ കാണുമ്പോൾ, ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് വളരെ പ്രോമിനൻ്റ് ലൈഫായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ലോങ് ടേം ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ഇതൊരു നല്ല ബന്ധമാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ചേർച്ച വളരെയധികം നല്ലതാണ്. ഓക്കെ, ഈവൻ തോ നിങ്ങൾ വഴക്കുകൾ ഇടുന്നുണ്ടാകാം, ഓക്കെ, ഏറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാം, യെറ്റ് അവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം വളരെ നല്ല ജീവിതമായിരിക്കും. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരും. 10 of Pentacles ആണ് കാണുന്നത്. നിങ്ങൾ ഇടപെടുന്ന ആൾക്കാർ, ഓക്കെ, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവിടെയൊക്കെ എപ്പോഴും സന്തോഷമുണ്ടാവും, ഒരു ഒത്തൊരുമയുണ്ടാവും, ഒരു സപ്പോർട്ട് അവർക്ക് ലഭിക്കും. ഓക്കെ, അവരുടെ കുടുംബത്തിൽ, ദാറ്റ് ഈസ് നിങ്ങളുമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം വളരെയധികം സപ്പോർട്ടീവ്, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, വളരെയധികം സപ്പോർട്ട് നിങ്ങൾ നൽകുന്നതാണ് എന്നതും അവർക്ക് അറിയാം. യെറ്റ്, ഓക്കെ, അവർക്ക് എവിടെയോ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഭയങ്കര ചിന്തകളാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ഭയപ്പാടുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ റിലീജിയൻസ് ഡിഫറെൻ്റ് ആകാം, അല്ലെങ്കിൽ ചിലരിൽ കാസ്റ്റ് ഡിഫറെൻ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളർന്നു വന്ന സിറ്റുവേഷൻസ് വേറെയാകാം. ഓക്കെ, സോ
എന്തോ ചിന്തകൾ അവർക്കുണ്ട്. രാത്രി കാലങ്ങളിൽ അവർക്ക് ഉറക്കം ഇല്ല, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തും ഈ ചിന്തകൾ അവരെ അലട്ടുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്. ഓക്കെ, യെറ്റ് അവർ ആ ഡിസിഷനിൽ സ്റ്റക്കാണ്. ഓക്കെ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡിസിഷൻ അവർ എടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കുന്നു, അവർ സ്റ്റക്ക് ഫീൽ ചെയ്യുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതവർക്ക് അറിയില്ല. പക്ഷേ ഔട്ട്കം അവർക്ക് ഉറപ്പാണ്, ദാറ്റ് ഈ ഒരു ഡിസിഷൻ വളരെ നല്ലതായിരിക്കും. അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ഡിസിഷനാണ് മുന്നോട്ടെടുക്കുന്നെങ്കിൽ ഈ ഡിസിഷൻ എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഏഞ്ചൽ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സമ്പൂർണ്ണതയാണ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദി ഫീൽ. ഓക്കെ, അതാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾ അവർക്കൊരു സക്സസ് ആണ്. ഓക്കെ, യെറ്റ് ഈ ഡിസിഷൻ എടുക്കാൻ അവരേറെ ടൈം എടുക്കുന്നതാണ് ഫോർ സം ഓഫ് യു. ഓക്കെ, ചില മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസിഷൻ നിങ്ങളുടെ ക്രഷിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ഒരു ഡിസിഷൻ എടുക്കാൻ ഏറെ ടൈം എടുത്തെന്ന് വരാം. ഓക്കെ, ഇതിൽ അവരുടെ കരിയർ ചോയ്സസും വരുന്നുണ്ടാകാം. ഓക്കെ, കരിയർ ഒരു ബ്ലോക്കേജായി വരാം. ബിക്കോസ് ഇപ്പോൾ അവരുടെ ശ്രദ്ധ അവരുടെ കരിയറാണ്. ചില പ്രേക്ഷകർ, ഏതൊക്കെ പ്രേക്ഷകരുടെ ക്രഷ് സിംഗേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ഫീൽഡിലാണോ, അവിടെ പെർട്ടിക്കുലർലി ഓക്കെ അവരൊരു നോട്ട് ബാക്ക് സ്റ്റാർ, പക്ഷെ ഒരു പുറകിലോട്ട് അവർ വലിയുന്നുണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, ബിക്കോസ് എവിടെ അവരുടെ കരിയറിൽ ഇത് ഇഫക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്തയും അവർക്ക് വരുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് ഏതൊക്കെ പ്രേക്ഷകരുടെ ക്രഷ് മ്യൂസിക് ഫീൽഡിലല്ല, മ്യൂസീഷ്യൻ അല്ല, യെറ്റ് അവരുടെ സക്സസ്, ഓക്കെ അവരുടെ കരിയർ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഒരു ഡിസിഷൻ അവരുടെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവർക്കുണ്ട്. എന്നാൽ നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം വളരെ സക്സസ്ഫുൾ ആയിരിക്കും എന്നതും അവർക്ക് ഉറപ്പാണ്. സോ ആക്ച്വലി അവർ വളരെയധികം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. ഓക്കെ, ദേ വോണ്ട് ടു ടേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ അവർക്ക് എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുണ്ട്, പക്ഷേ അവർക്കൊരു സൊല്യൂഷൻ അവരുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നില്ല. ആൻഡ് ദേ ആർ ട്രൈങ് ഹാർഡ്. ഓക്കെ, അവർ നല്ലപോലെ ആലോചിക്കുന്നുണ്ട്, പല സൊല്യൂഷൻസ് അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഏത് സൊല്യൂഷൻ നിങ്ങളും അവരുടെ ജോബ്, അവരുടെ കരിയർ, അല്ലെങ്കിൽ അവരുടെ സക്സസ് എന്താണ് അവരുടെ ലൈഫിൽ, അവരുടെ പ്രയോറിറ്റീസ് എന്താണ് ലൈഫിൽ, അത് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ അവർക്ക് എവിടെയോ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ what else. Divine, 5 of Wands, somewhere I feel, somewhere I feel that അവർ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ബട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലും അവരുടെ ധാരണയിൽ അതൊരു തെറ്റായ ഡിസിഷനായി മാറും. നോട്ട് ബിക്കോസ് ദാറ്റ് നിങ്ങൾക്ക് തെറ്റാവും, പക്ഷേ നിങ്ങൾക്ക് വേറെ ചോയ്സസും ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അത് നിങ്ങൾക്ക് ചോയ്സസ് ആകണം എന്നില്ല. ഇഫ് യു ആർ ബ്യൂട്ടിഫുൾ ഓർ യു ആർ ഹാൻസം, ഓക്കെ, നിങ്ങൾ വളരെ അഴകുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഹാൻസം ആണ്, വളരെ ഇൻ്റലിജൻ്റ് ആണ്, നല്ലൊരു ജോബ് നിങ്ങൾക്കുണ്ട്, ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്കൊരു ഊഹം ഉണ്ടാവും, ഞാൻ പോയാൽ അവർക്ക് വേറെ ആളും കിട്ടും. ഓക്കെ, സോ ആ ഒരു ടിപ്പിക്കൽ തിങ്കിങ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ദേ ആർ അഫ്രെയ്ഡ് ഓഫ് ഇറ്റ്. സോ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ അവരുടെ മറ്റ് പ്രയോറിറ്റീസിന് വേണ്ടി പോയാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിച്ചേക്കാം, നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ലഭിക്കാം എന്നതും അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ബട്ട് ദേ ഡു വോണ്ട് യു ടു വെയിറ്റ്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ എത്ര പേരോട് പറഞ്ഞു, ഓക്കെ, എത്ര പേരുടെ ക്രഷ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് വെയിറ്റ് ചെയ്യാൻ, ഐ ഡോണ്ട് നോ. പക്ഷേ അവർ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഇഫ് യു ക്യാൻ വെയിറ്റ്. ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ചില മെമ്പേഴ്സിന് അവരുടെ ക്രഷിന് അങ്ങനത്തെ തോട്ടേ ഇല്ല. ദാറ്റ് അവർക്കറിയാം ഇനി എത്ര അവരെക്കാട്ടി എത്ര മിടുക്കന്മാർ അല്ലെങ്കിൽ മിടുക്കി ക്രഷേഴ്സ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സ് ചോയ്സസ് നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി
അവരെയാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അവർക്കറിയാം. പക്ഷേ വെയിറ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആ ചോദ്യം തന്നെ അവർക്കൊരു ടെൻഷനാണ്. ബിക്കോസ് എങ്ങനെയാണ് നിങ്ങൾ ആ ചോദ്യത്തിന് റെസ്പോൺസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. Strength. Okay, I'll take these. 3 of Wands and 8 of Pentacles. ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ഹോൾഡ് വെക്കാനാണ്. ഓക്കെ, ഓൺ ഹോൾഡ് ഇൻ ദ സെൻസ് കുറച്ച് നാളും കൂടി ഡേറ്റിംഗ് പ്രോസസ്സിലൂടെ പോകാനോ, കുറച്ച് നാളും കൂടി ഒരു വെയിറ്റിംഗ് പീരീഡിൽ പോകാനോ, സോ ദാറ്റ് ദേ ക്യാൻ fully and completely focus on their job. ഓക്കെ, അവരുടെ ഫൈനാൻസസ്, അവരുടെ ജോലിയിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് ടൈം ഓഫ് ദ നീഡ് ആകാം. ഓക്കെ, പക്ഷേ അത് എത്രത്തോളം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ലൈഫിൽ എന്നത് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ദോസ് പീപ്പിൾ ഹു പ്രയോറിറ്റൈസ് വർക്ക്, ഓക്കെ, സോ ഒത്തിരി പേർക്ക് ഇത് ട്രിഗർ വാർണിംഗ് ആണ്. ഓക്കെ, നിങ്ങൾക്കിത് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെവി കൂടെ കേൾക്കാം, മറ്റു ചെവി കൂടെ കളയുക. ഓൾറൈറ്റ്, കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻറ്റ്സ് ഹേറ്റ്രഡ് കമൻറ്റ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കാണുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ആൾ അവരുടെ ജോബിന് പ്രയോറിറ്റി കൊടുക്കണം, ദാറ്റ് ഈസ് 100% ഷുവർ. പക്ഷേ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി അത് ഈക്വൽ പ്രയോറിറ്റിയിലാണ് പോകേണ്ടത്. നിങ്ങളോട് ഒരാൾ നിങ്ങൾക്ക് പ്രയോറിറ്റി ഞാൻ പിന്നെ നൽകാം, ആദ്യം ഞാൻ എൻ്റെ ലൈഫിൻ്റെ പ്രയോറിറ്റി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ആളുടെ ലൈഫിലെ പ്രയോറിറ്റി ഒരിക്കലും തീരില്ല. ബിക്കോസ് വൺസ് നിങ്ങൾക്ക് പണം ഏറെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അത് കഴിഞ്ഞ് നെക്സ്റ്റിൻ്റെ പുറകിലായിരിക്കും. ഓക്കെ, ഇഫ് ദറ്റ് പേഴ്സൺ ഇസ് നോട്ട് ഏബിൾ ടു മേക്ക് യു എ പ്രയോറിറ്റി, ഓർ അയാളുടെ ജോബ്, അയാളുടെ കരിയർ ആൻഡ് നിങ്ങളെ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, ദെൻ അതൊരു റെഡ് ഫ്ലാഗ് ആയി മാറും. ഇറ്റ്സ് ജസ്റ്റ് എ ട്രിഗർ വാർണിംഗ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു വാർണിംഗ് ആണ്. സോ പ്രേക്ഷകർക്കറിയാം അവരുടെ ക്രഷ് അവർക്ക് എത്ര ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നത്. ഓക്കെ, ബട്ട് കറൻ്റ്ലി അവരുടെ ഡെഫിനറ്റ്ലി പ്രയോറിറ്റൈസേഷൻ മണിയാണ്. ബിക്കോസ് മണി ബേസിസ് ആണ്. ഓക്കെ, ഒരു ജീവിതം നല്ലപോലെ ജീവിക്കാൻ ബേസിസ് ആണ്. പക്ഷെ നിങ്ങൾ എവിടെയാണ് ആ പ്രയോറിറ്റിയിൽ വരുന്നത് എന്നത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ. ഓക്കെ, ഇത് അവരുടെ ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്കിനി ഏഞ്ചലിക് അഡ്വൈസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് പ്രേക്ഷകരോട് പറയുന്ന അഡ്വൈസ്? ഓക്കെ, എന്താണ് ഏഞ്ചൽസ് പറയുന്നത്? ട്രസ്റ്റ്. ഓക്കെ, ഓൾറൈറ്റ്. ലെറ്റ് ഗോ. ഷോർട്സ് ഇടുന്നുണ്ട്, 2 ചാനൽസിലും ഷോർട്സ് ഉണ്ട്. സോ പ്രേക്ഷകർ ഷോർട്സ് കാണുന്നില്ലെങ്കിൽ ഷോർട്സ് കാണുക. അതുപോലെ തന്നെ ഏറെ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനർജി ഗോസ് ബോത്ത് വേയ്സ്. ഞാൻ നിങ്ങൾക്ക് ഫ്രീ റീഡിംഗ് അവൈൽ ആക്കുമ്പോൾ എനിക്ക് എനർജി എക്സ്ചേഞ്ച് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്ത് തരിക, വിച്ച് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഓൾറൈറ്റ്, സോ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നിങ്ങൾ ഡിവൈൻലി ട്രസ്റ്റ് ചെയ്യൂ, ഡിറ്റാച്ച്മെൻറ്റ് വെക്കൂ. ഓക്കെ, ഈവൻ തോ നിങ്ങളുടെ ക്രഷ് ജോലിക്ക് വേണ്ടി വേറൊരു സ്ഥലത്ത് പോകുന്നില്ല. ഓക്കെ, ഹി ഓർ ഷീ ഇസ് ദെയർ വിത്ത് യു. ഓക്കെ, അവരുടെ പ്രയോറിറ്റീസ് വേറെ ആകാം, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസ് നിങ്ങളാകാം. പക്ഷെ ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മെയിൻ ഫോക്കസ് ആയിരിക്കണം. ഓക്കെ, ഒന്നിലും കൂടുതൽ വാട്ട് വി സേ അറ്റാച്ച്മെൻറ്റ് വെക്കാൻ പാടില്ല. കാരണം ഒരാളുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വെക്കുമ്പോൾ എപ്പോഴാണ് അത് കോ ഡിപ്പെൻഡൻസിയിലേക്ക് പോകുന്നത് എന്നത് അറിയില്ല. എപ്പോൾ നിങ്ങൾ കോ ഡിപ്പെൻഡൻസിയിലേക്ക് കയറുന്നോ അന്നേരം ഡിവൈൻ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കേജസ് കൊണ്ടുവരുന്നതാണ് ഫോർ യു ടു ലേൺ ഡിറ്റാച്ച്മെൻറ്റ്. സോ
ഓൾറെഡി നിങ്ങൾക്കറിയാം ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ വലിയ വലിയ ബ്ലോക്കേജസ്, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർ, ഓക്കെ, നിങ്ങളുടെ ആത്മാർത്ഥത ഉള്ളവർ, നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവർ, അവരോട് എപ്പോഴും ഒരു ഡിറ്റാച്ച്മെൻറ്റ് വെക്കുക. ഡിറ്റാച്ച്മെൻറ്റ് എന്താണ്? ഹെൽത്തി ബൗണ്ടറി. ഓക്കെ, ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കുക. എവിടെ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കുക. ഈവൻ വിത്ത് യുവർ ക്രഷ്. ഹെൽപ്ഫുൾ പീപ്പിൾ, നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു കാര്യത്തിൽ, ഇഫ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഏറെയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഏറെ ആൾക്കാരുണ്ട്. ഹെൽപ്പ് ചോദിക്കൂ, അവർ നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. ഓക്കെ, ആൻഡ് ഫിസിക്കലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻ ദ with the medium of YouTube channel അല്ലെങ്കിൽ TV or film, ഏഞ്ചൽസ് പല രീതികൾ ഉപയോഗിക്കും നിങ്ങളുടെ അടുത്തൊരു ഇൻഫർമേഷൻ എത്തിക്കാൻ. ദ തിങ് ഈസ്, നിങ്ങൾ എത്ര ഒബ്സർവൻറ്റ് ആണ്. ഓക്കെ, ബിക്കോസ് ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും, ഓ മൈ ഗുഡ്നസ്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഓക്കെ, അതെപ്പോഴാണ് തോന്നുന്നത്? എപ്പോൾ നിങ്ങൾ ഒബ്സർവേഷൻ പവർ നിങ്ങളുടെ കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ കൂട്ടുക. ഓക്കെ ഗായ്സ്, ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് തരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.